ടെക് ലോകത്തെ വാർത്തകൾ. സൂപ്പർ ഇന്റലിജൻസ് ലാബിൽ കൂട്ടപ്പിരിച്ചുവിടലുമായി മെറ്റ AI യൂണിറ്റിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. സൂപ്പർ ഇന്റലിജൻസ് ലാബിലെ ആയിരക്കണക്കിന് തസ്തികകളിൽ നിന്ന് 600ഓളം തസ്തികകൾ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഫേസ്ബുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് യൂണിറ്റിനെയും പ്രൊഡക്റ്റ് അനുബന്ധ AI ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയുമാണ് പുതിയ തീരുമാനം ബാധിക്കുക. ടീമംഗങ്ങളുടെ എണ്ണം കുറയുന്നതുവഴി കാര്യക്ഷമമായി തീരുമാനങ്ങളെടുക്കാൻ സാധിക്കുമെന്നും ഓരോ ചുമതലകളുടെയും ഉത്തരവാദിത്തം, സാധ്യത, സ്വാധീനം എന്നിവ വർദ്ധിപ്പിക്കാനാകുമെന്നുമാണ് ചീഫ് AI ഓഫീസർ അലക്സാണ്ടർ വാങ് പറയുന്നത്. ജോലി നഷ്ടപ്പെടുന്നവരെ കമ്പനിക്കുള്ളിൽ തന്നെ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മകാൻ GTS ഇലക്ട്രിക് മോഡൽ അവതരിപ്പിച്ച് പോർഷെ ഡിസൈനിലും പ്രകടനത്തിലും ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന വിധത്തിലാണ് പുത്തൻ മോഡൽ പുറത്തിറക്കിയത്. ജർമ്മൻ ആഡംബര കാർ നിർമ്മാതാക്കളായ പോർഷെ അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ നിരയിൽ ശക്തമായ മകാൻ GTS ഇലക്ട്രിക് മോഡൽ അവതരിപ്പിച്ചു. പോർഷെയുടെ ആദ്യത്തെ പൂർണ്ണ ഇലക്ട്രിക് മകാൻ GTS ആണിത്. കൂടുതൽ ആകർഷകമാക്കുന്നതിനായി GTSൽ ചില ഡിസൈൻ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പരുക്കൻ രൂപത്തിലുള്ള റോക്കർ പാനലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ലുഗാനോ ബ്ലൂ, കാർമൈൻ റെഡ്, ചോക്ക് എന്നിവയാണ് കളർ ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്നത്. പുതിയ മകാൻ GTS ഇലക്ട്രിക് ടർബോ മോഡലിന്റെ അതേ പിൻ ഇലക്ട്രിക് മോട്ടോറിലുമുണ്ട്. ഫ്രണ്ട് മോട്ടോറുമായി സംയോജിപ്പിച്ച് ഇത് മൊത്തം 509 bhp ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഓവർ ബൂസ്റ്റ് മോഡൽ 563 bhp ആയി വർദ്ധിക്കുന്നു. ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററാണ്. പോർഷെ മകാൻ GTS ഇലക്ട്രിക് US വിപണിയിൽ $1,35,500 ആണ് വില. ടർബോ ഇലക്ട്രിക് പതിപ്പിനേക്കാൾ ഏകദേശം $6,000 കുറവാണിത്. കമ്പനി ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യയിൽ ലോഞ്ച് പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും വെല്ലുവിളി. സോഹോ കോർപ്പറേഷൻ സോഹോ പേ ആപ്പ് പുറത്തിറക്കുകയാണ്. ഇന്ത്യൻ ടെക് ലോകത്തെ ശ്രദ്ധേയമായ കമ്പനിയായ സോഹോ കോർപ്പറേഷൻ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തേക്ക് കടക്കുന്നു. സാധാരണ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള സോഹോ പേ എന്ന മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ പുറത്തിറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഓൺലൈനായി പണം അയക്കാനും സ്വീകരിക്കാനും തടസ്സമില്ലാതെ ഇടപാടുകൾ നടത്താനും പുത്തൻ പ്ലാറ്റ്ഫോം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനോടകം തന്നെ സംരംഭകർക്ക് വേണ്ടി POS ഉപകരണങ്ങളും QR കോഡ് ഡിവൈസുകളും പേ ഔട്ട് സൗകര്യങ്ങളും സോഹോ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര ആപ്പായും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ അരാട്ടയിലും സോഹോ പേ ലഭ്യമാകും. ഉപയോക്താക്കൾക്ക് അരാട്ടയിലെ അവരുടെ ചാറ്റ് ഇന്റർഫേസ് വിടാതെ തന്നെ ഇടപാടുകൾ നടത്താനാകും. നിലവിലുള്ള അക്കൗണ്ടിംഗ്, ഇൻവോയ്സിംഗ് പോലുള്ള സോഹോയുടെ ബിസിനസ് ആപ്ലിക്കേഷനുകളുമായി സോഹോ പേയ്മെന്റ്സ് പൂർണ്ണമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് വ്യാപാരികൾക്ക് ബില്ലിംഗ്, പണമിടപാട്, അക്കൗണ്ടിംഗ് എന്നിവ ഒരേ പ്ലാറ്റ്ഫോമിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.